കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വീണ്ടും മഹത്വമെടുക്കുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. തൻ്റെ ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ശക്തമായ സൈന്യം ഫറവോനുണ്ടായിരുന്നു. കുതിരകളുണ്ടായിരുന്നു, രഥങ്ങളുണ്ടായിരുന്നു, സൈന്യങ്ങളുടെ വലിയൊരു ബഹുത്വമുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ മക്കളെ പിടിക്കുവാൻ, ഒതുക്കുവാൻ, ഇല്ലാതാക്കാൻ പുറകെ വന്നെങ്കിലും അവർ സൈന്യത്തിനോ ശക്തിക്കോ അധികാരത്തിനോ നേതാക്കന്മാർക്കോ തൻ്റെ ജനത്തെ പിടിക്കാൻ കഴിയത്തില്ല. കാരണം സൈന്യബഹുത്വത്താൽ ജയം വരില്ല. ഇപ്പുറത്ത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. ആ ഒരു ചിന്ത ഇന്ന് പകൽ നമ്മുടെ അകത്ത് വന്നാൽ ഏതൊക്കെ ശക്തികൾ നമുക്കെതിരെ നിന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ദാവീദ് അനുഭവത്തിൽ എന്ന് പറഞ്ഞ, ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും, എൻ്റെ മാംസം തിന്നുവാൻ അടുത്തു വരുന്ന ദുഷ്കർമ്മികൾ അടുത്തു വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം എൻ്റെ ദുർഗമാണ്, എൻ്റെ ശക്തി കേന്ദ്രമാണ്. ഇന്ന് വിളിച്ചു പറയാൻ കഴിയുമോ പ്രിയ സഹോദരങ്ങളെ? പലരെയും കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരോടാണ് വ്യക്തമായി ദൈവാത്മാവ് പാടറിയിക്കുന്നത്. നിങ്ങളങ്ങനെ ശങ്കിക്കരുത്. നമ്മുടെ കൂടെ ഉള്ളവൻ ആരാണ്? അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോട് കൂടെ സർവശക്തൻ, നീതിയും ന്യായവും നമുക്കെതിരെയുള്ള യുദ്ധങ്ങളും ജയിപ്പിക്കാൻ കഴിവുള്ളവൻ. മാത്രമല്ല, നാം ആരുടെ മക്കളാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മെ വിളിച്ചവനാരാണ്? അത് വ്യക്തമായി ഇന്ന് പകൽ ഒരു ഉറപ്പാക്കിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുമെങ്കിൽ ഒന്നിലും പതറിപ്പോകാതെ, ഒന്നിലും തളർന്നു പോകാതെ, സകലത്തെയും ജയിക്കുന്ന ഒരാത്മിക അധികാരം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് നൽകും എന്നുള്ളതിന് സംശയമില്ല. ഞാനാകുന്നവൻ ഞാൻ ആകുന്നു. സ്തോത്രം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എന്നിട്ട് പറയും, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്? രമ്യാവേ, നീ ചോദിക്കുന്ന ഇതെങ്ങനെ നടക്കും? നഗരം കൽദേറുടെ കയ്യിലാണ്. അകപ്പെട്ടിരിക്കുന്നത് ചെറിയ വിഷയമല്ല. പക്ഷെ ഇവിടെ എങ്ങനെ നടക്കുമെന്ന് നീ ചോദിക്കുമ്പോൾ നിന്നോട് സംസാരിച്ചവൻ ആരാണ്? സകലത്തെയും നിയന്ത്രിക്കാൻ, സകലത്തെയും കാൽക്കീഴാക്കാൻ, വിളിച്ചു വരുത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്, നീ സേവിക്കുന്നത് എന്ന് ഇന്ന് പകൽ സഹോദരങ്ങൾ മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ വിളിച്ചു പറ, ഞാൻ സേവിക്കുന്ന ദൈവം ആരാന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ഞാൻ സേവിക്കുന്ന കർത്താവ് ആരാണ്? എൻ്റെ ഉടയവൻ ആരാണ്? എന്നെ വിളിച്ചവൻ ആരാണ്? എൻ്റെ കരത്തിൽ പിടിച്ചവൻ ആരാണ്? ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. പതറരുത്. അങ്ങനെയെങ്കിൽ പതറാൻ നമുക്ക് അനുവാദമില്ല. വരട്ടെന്ന് പൗലോസ് പറയുന്നത് പോലെ ഇതിലൊക്കെയും പൂർണ്ണ ജയം നൽകുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ജയിക്കും
എന്ന് വിളിച്ചു പറയാൻ ഒരു ആത്മീക ധൈര്യം നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരണം. യെശയ്യാപ്രവചനം 35:7 വാക്യം നമുക്കെല്ലാം വളരെ സുപരിതമായ ഒരു വാക്യമാണ്. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. സ്തോത്രം. മരീചിക ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ വരണ്ട നിലം, മരുഭൂമി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് തന്നെ. ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് ഘോഷിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 7 വാക്യം പറയുന്നു, മരീചിക ഒരു പൊയ്കയായി, കത്തിപ്പോയ മണ്ണുള്ള ചൂടുള്ള പ്രതലത്തെ ഒരു പൊയ്കയാക്കി തീർക്കാൻ, തിളച്ചു നിൽക്കുന്ന ചില വിഷയത്തെ ഒരു പൊയ്കയാക്കി തീർക്കാൻ കഴിവുള്ള ദൈവത്തെ സേവിക്കുന്നത്. നീ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവപ്രവൃത്തി, ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ് പ്രിയരെ. നോക്കുമ്പോൾ അവിടെ സാധ്യതകളില്ല, ഒന്നിനും കൊള്ളരുതാത്തതാണ്, ഒരു ചേഞ്ചും വരാത്ത വിഷയമാണ്. പക്ഷേ അതിന് ചേഞ്ച് വരുത്താൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ അതിവേഗം വ്യാപരിക്കുക. നോക്കൂ, എസ്കേൽ പ്രവചനത്തിന് ഉണങ്ങിപ്പോയ അസ്ഥികളാണ്, സാധ്യതകളെല്ലാം അസ്തമിച്ചതാ. അസ്ഥി മാത്രം ഉണങ്ങിക്കിടക്കുന്നു, മാംസമില്ല, ഞരമ്പില്ല, ത്വക്കില്ല. പക്ഷേ ഒരു പ്രോസസ്സിങ്ങിലേക്ക് വരികയാണ്. അതുപോലെ ഇവിടെ യാതൊരു സാധ്യതയുമില്ലാതെ കിടക്കുന്ന ഇടത്ത് ഒരു പൊയ്കയായി വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിക്കണമേ. എന്നിട്ട് പറയുകയാണ്, വരണ്ട നിലം നീരുറവകളായിത്തീരും. വരണ്ടത്, വിണ്ടുകീറപ്പെട്ടത്, കട്ട പോലെ സ്ട്രോങ് ആയി നിൽക്കുന്നത്, അവിടേക്ക് ഒരു നീരുറവ വെളിപ്പെടുകയാണ്. കാരണം കട്ടകളെ ഉടച്ചു നിരത്തുന്ന പരിശുദ്ധാത്മാവാകുന്ന മഴ ഇന്ന് പകൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ ചിലത് വളരാൻ പോകുകയാണ്, ചിലത് കിളിർക്കാൻ പോകുകയാണ്, ചിലത് പൊട്ടിപ്പുറപ്പെടാൻ പോകുകയാണ്. നാളുകളായി വരണ്ടു കിടക്കുന്ന, ഡ്രൈ ആയി കിടക്കുന്ന, കട്ട പിടിച്ചു കിടക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു നദി പെയ്തിറങ്ങുകയായി. ഈ തൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സാധ്യതകളെ നോക്കരുത്, വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവമഹത്വം ഈ പകൽ വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തിയോടെ ഇറങ്ങുകയാണ്. വരണ്ട നിലം നീരുറവ. ഹല്ലേലൂയ. ആർക്കും തടയാൻ പറ്റില്ല നദി ഇറങ്ങി വന്നാൽ. ദൈവം ഒരു നദി തുറന്നു വിടുകയായിരുന്നു പകൽ. ആർക്കും തടയാൻ പറ്റാത്ത പരിശുദ്ധാത്മാവിൻ്റെ നദി വലിയ ചില ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണ് കെട്ടി നിർത്താൻ പറ്റുന്നത്? വിശ്വസിക്കുന്നവർ ആമേൻ പറയാൻ തയ്യാറാകുമോ പ്രിയ സഹോദരങ്ങളെ? നോക്കൂ, അടുത്ത ഭാഗം, കുറുക്കന്മാരുടെ പാർപ്പിടം അല്ലെങ്കിൽ അവ കിടന്ന സ്ഥലത്ത് ഞാങ്ങണയും പുല്ലും ഓടയും വളരും. നാളുകൾ ഇത് കിടന്ന് കുടികിടപ്പ് അവകാശം പോലെ ചില ശക്തമായ ആധിപത്യങ്ങൾ കിടന്ന് ഒന്നും വളരാൻ സമ്മതിക്കാതെ, പുറത്തു വരാൻ സമ്മതിക്കാതെ, മുകളോട്ട് നാം പിടാൻ സമ്മതിക്കാതെ ദിവസങ്ങൾ ദുഷ്ടശക്തികൾ കിടന്നതിൻ്റെ മേൽ
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അയക്കുമ്പോൾ അവിടെ ചില കിളർപ്പുകൾ വരാൻ പോകുകയാണ്. ചില പുല്ലുകൾ മുളയ്ക്കുകയാണ്. പുല്ലുകൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, തിരുവഴുത്തിൻ്റെ വ്യാപാരത്താൽ ഉളവാകുന്നത് പോലെ ഇത് പറയുമ്പോൾ തന്നെ പിന്നെ ആ കുറുക്കന്മാർക്ക് അവിടെ കിടക്കാൻ പറ്റില്ല. നമുക്കെതിരെ അവകാശവാദം പറഞ്ഞു നിൽക്കുന്ന ദുഷ്ടശക്തികൾ നാളുകളായി ചില വ്യക്തികളുടെ മേൽ അവകാശം പറഞ്ഞു കിടന്നെങ്കിൽ അവിടെ ചില കിളിർപ്പുകൾ, തളുപ്പുകൾ, ആത്മാവിൻ്റെ പ്രവർത്തികൾ ഈ പകൽ വെളിപ്പെട്ടു വരികയാണ്. സ്തോത്രം. അവയുടെ പാർപ്പിടം, അവ കിടന്ന ഇടത്ത്, രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് പാർപ്പിടമായിരുന്നിടത്ത്, ഇനി അതിനവിടെ കിടക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ചില കുടുംബങ്ങൾ ഇന്ന് പകൽ കാണാൻ പോകുക. നിങ്ങളുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന, അവകാശം പറഞ്ഞു നിൽക്കുന്ന ചില ദുഷ്ടശക്തിയുടെ വെല്ലുവിളികൾ ഈ പകൽ മാറാൻ പോകുക. പുറപ്പെടേണ്ടത് പുറപ്പെടാൻ പോകുക. കിളിർത്ത് വരേണ്ടത് കിളിർത്ത് വരാൻ പോകുക. ഫലം കായ്ക്കേണ്ടത് ഫലം കായ്ക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ഒരു വലിയ ആത്മപ്രവാഹം വെളിപ്പെട്ട് വരുമ്പോൾ, നീരൊഴുക്കിൻ്റെ ശക്തി വരുമ്പോൾ, ഹല്ലേലൂയ, ചിലത് പൊട്ടി പുറപ്പെട്ടിരിക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. മരുഭൂമി, വരണ്ട നിലം, മരീചിക, അവിടൊക്കെ വെളിപ്പെടുന്ന ദൈവമഹത്വം ഞങ്ങൾ ദർശിക്കുന്നു. കുറുക്കന്മാർ കിടന്ന ഇടത്ത്, അതിൻ്റെ പാർപ്പിടത്തിനകത്ത് തന്നെ ആ ശക്തമായ വെല്ലുവിളികളെ മാറ്റിക്കൊണ്ട് വളരേണ്ടതിനെയും, കർത്താവെ നാം പിടേണ്ടതിനെയും, മുള പൊട്ടി പുറത്തു കൊണ്ടുവരേണ്ടതിനെയും അവിടുന്ന് ഈ ദിവസങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. വിടുതൽ വ്യാപരിക്കട്ടെ, ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കും. സകല മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. വലിയ മറുക്കൾ, വലിയൊരു ചേഞ്ച് വരികയാണ്. ഇതുവരെ സംഭവിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസവിച്ചു.